ഇന്ന് ഞങ്ങൾ മൂകാംബികയ്ക്ക് പോവുകയാണ്. KSRTCയുടെ ബസ്സിലാണ് പോകുന്നത്, മിന്നൽ ബസ്സിൽ. പാലക്കാട് നിന്ന് കൊല്ലൂർ വരെ പോകുന്ന മിന്നൽ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. രാത്രി 8 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഓരോരോ സീറ്റിലിരുന്നു. ഇതൊരു റിക്ലൈനർ ടൈപ്പ് സീറ്റാണ്. കുറച്ച് നമുക്ക് ചാരി കിടക്കാം. പിന്നെ യാത്രയിൽ ഞാനും എൻ്റെ അമ്മയും മഞ്ജു ചേച്ചിയും ചേച്ചിയുടെ അമ്മയും മോനുമാണുള്ളത്. ഇത് ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു. ശരിക്കൊന്ന് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായില്ല. രാത്രി യാത്ര സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രാത്രിയുടെ ഭംഗി മാത്രമാണ് ആസ്വദിക്കാൻ പറ്റിയത്. ചുറ്റുമുള്ള കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. കണ്ണ് തുറന്നപ്പോഴത്തേക്കും കേരളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണു നട്ട് കാത്തിരുന്നത് അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിൽ കാണുന്ന ആ കവാടം കാണാനാണ്. അതുകൊണ്ട് ഫോണ് നേരെ സോനുൻ്റെയിൽ കൊടുത്തു. അവനാണല്ലോ ഫ്രണ്ട് വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ അവൻ ആ വ്യൂ ക്യാപ്ചർ ചെയ്തു. ഏകദേശം 7:30 ആയപ്പോഴേക്കും ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ തന്നെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം വക ഗസ്റ്റ് ഹൗസാണ്. പിന്നെ കുറഞ്ഞ ചിലവിൽ നമുക്കിവിടെ റൂം കിട്ടും. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും പിന്നെ തിരിച്ചു പോകാനുള്ള ബസ് കിട്ടുന്നതും ഇവിടെ നിന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് റൂം ബുക്ക് ചെയ്തത്. രാവിലെ 9 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറിലേറെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും അവർ നമുക്ക് ഫ്രഷപ്പ് ആവാൻ റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂം കിട്ടിയ ശേഷം ഞങ്ങൾ ഫ്രഷപ്പായി കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അങ്ങനെ അമ്പലത്തിലേക്ക് നടന്നു. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രമായിരുന്നു അമ്പലത്തേക്കുള്ള ദൂരം. കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ എഴുത്തിനിരുത്തിന് വേണ്ടി ഞങ്ങൾ മൂകാംബികയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അമ്പലത്തിലേക്ക് വരാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ആവശ്യം അല്ലെങ്കിൽ ആ ആഗ്രഹം കുറച്ചുകൂടി തീവ്രമായത് അരവിന്ദൻ്റെ അതിഥികൾ എന്നുള്ള സിനിമ കണ്ടതിന് ശേഷമാണ്. ഇപ്പോൾ സമയം 12:30 ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി അന്നദാനം നടക്കുന്ന സ്ഥലത്തിലോട്ടാണ് ആദ്യം പോയത്. മൂകാംബിക ക്ഷേത്രം പോലെ തന്നെ പ്രശസ്തമാണ് അവിടുത്തെ അന്നദാനവും. കുറേ വർഷങ്ങൾക്ക് മുൻപ് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അങ്ങനെ ദേവിയുടെ പ്രസാദം ഞങ്ങൾ മനസ്സ് നിറയെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നടന്നത് അമ്പലത്തിനകത്തേക്കാണ്. ഞങ്ങൾ പോയത് ഒരു സാറ്റർഡേ ദിവസം വെക്കേഷൻ ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ക്യൂവിലൊക്കെ നിന്ന് തിക്കി തിരക്കി അടികൂടി ദേവിയെ കണ്ട് 2 സെക്കൻഡ് മാത്രമാണ് തൊഴുകാൻ പറ്റിയത്. അതിൻ്റെ സങ്കടം എല്ലാവരിലും ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് സൗപർണിക നദി കാണാനായിരുന്നു. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു സൈൻ ബോർഡ് കണ്ടു. സോനു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയുള്ള സ്റ്റെപ്സിൽ ഈ മൂവിയിലെ കുറച്ച് സീൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. ഒരു വ്ലോഗ് എടുക്കാൻ ട്രൈ ചെയ്തിട്ട് അവസാനം വോയിസ് ഓവറിലേക്ക് എത്തിയ അവസ്ഥയാണിത്. സൗപർണിക നദിയെ അന്വേഷിച്ചുള്ള നടത്തത്തിൽ അവസാനം ഞങ്ങൾ കണ്ടത് ഒരു ഗണപതി ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു. തിരിച്ചു വരുന്ന വഴി അവിടെ കയറാമെന്ന് അമ്മമാർക്ക് ഉറപ്പു നൽകി ഞങ്ങൾ നടത്തം തുടർന്നു. അങ്ങനെ കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അപായം എന്നെഴുതിയ ബോർഡും ഞങ്ങൾ കണ്ടു. അപ്പോൾ ഉറപ്പായി താഴെ സൗപർണിക നദി തന്നെയാണ്. ഞങ്ങൾ പോയ സമയം വേനൽക്കാലമായതുകൊണ്ട് നദിയിലൊന്ന് തീരെ വെള്ളമില്ലായിരുന്നു.
പിന്നെ പലരും പല രീതിയിൽ ഫോട്ടോ പോസ് ചെയ്യണതും കണ്ടു. പതുക്കെ താഴെ ഇറങ്ങി ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു. ഒറ്റയ്ക്കും കൂട്ടായും അങ്ങനെ വെള്ളത്തിൽ നദിയെ തൊട്ടും തലോടിയും അങ്ങനെ. അങ്ങോട്ട് പോണ്ട കുട്ടി, ഇതിലേക്കാണ് വേണ്ടത്. അപ്പം ഞാൻ കാലിനെ തന്നെ നോക്കുന്നു. ആ എടുത്തിട്ടുണ്ട്. തിരിച്ചുള്ള നടത്തത്തിൽ ഗരുഡൻ്റെ ഒരു ക്ഷേത്രവും കണ്ടിരുന്നു. വീണ്ടും ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കാൻ തുടങ്ങി. വൈകുന്നേരം എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അമ്പലത്തോട് ചേർന്നുള്ള കടകളിലെല്ലാം മലയാളത്തിലും കൂടി എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന മറ്റൊരു സംസ്ഥാനത്തിലെ അമ്പലങ്ങളിലൊന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അത് സത്യം തന്നെയായിരുന്നു. എവിടെ തിരിഞ്ഞാലും നമുക്ക് മലയാളികളെ കാണാൻ പറ്റുമായിരുന്നു. ക്ഷേത്രത്തിനകത്തു പോയി പ്രദക്ഷിണം വെച്ചു. ഉള്ളിലേക്ക് പോകാൻ നിന്നില്ല, കാരണം ഇനിയും ക്യൂ നിൽക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് പുറമേ നിന്ന് തന്നെ ഞങ്ങൾ ദൈവത്തിനെ കണ്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അടുത്തു നിന്ന് കാണാനും VIP എൻട്രീസിനൊക്കെ പൈസ കൊടുക്കുന്ന ഒരമ്പലം തന്നെയായിരുന്നു ഇതും. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഓർമ്മയ്ക്കായി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിരുന്നു പോയത്. പിന്നെ നേരെ പോയത് ഞങ്ങൾ നേരത്തെ കണ്ടുവച്ച റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു ഡിന്നർ കഴിക്കാനായിട്ട്. ഒരു ഉടുപ്പി സ്റ്റൈൽ ഫുഡായതുകൊണ്ട് ഒന്നിനും തീരെ എരിവുണ്ടായിരുന്നില്ല. പൊതുവെ എരിവിനോട് പ്രിയമുള്ള ഞാൻ ആ ഭക്ഷണം അച്ചാറ് കൂട്ടിയാണ് കഴിച്ചത്. അടുത്ത വീഡിയോയിൽ സർവജ്ഞപീഠം കയറിയ കഥകളുമായി കാണാം.